മറുവശത്ത് ശ്രീലക്ഷ്മിക്ക് പോലും അവനോട് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. ദേവയാനിക്ക് അവരുടെ വിവാഹമോചനം നടത്തണമായിരുന്നു. അതിനായി അവർ പല പ്ലാനുകളും ഉണ്ടാക്കി. മോളെ ശ്രീലു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല. നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. നീ അവന് ഡിവോഴ്സ് ചെയ്യും. അമ്മ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അവൻ ജോലി ചെയ്താലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എന്റെ അടുത്തുള്ളത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആലോചിക്കണ്ട. ശരി, ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഈ സ്വഭാവം കൊണ്ടാ അവൻ ഇപ്പോഴും ഇങ്ങനെ. ഇപ്പൊ ഈ വീടും കമ്പനിയെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിനക്കൊരാവശ്യം വന്നാ അവന് നിന്നെ സഹായിക്കാൻ കഴിയില്ല. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അവൻ നിന്നെ ഒഴിവാക്കി പോകും. അമ്മ, അവൻ എന്നെ നല്ല രീതിയിൽ നോക്കും. എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. അമ്മയും ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി.